ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റിനെ ചൊല്ലി ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോരായിരുന്നു. ഇന്ന് സഭ കൂടിയപ്പോൾ പ്രതിപക്ഷം ശബരിമല വിഷയം വീണ്ടും ഉയർത്തുകയും തന്ത്രിയെ പിന്തുണച്ച് നിലപാട് സ്വീകരിക്കുകയുമാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അസാന്നിധ്യത്തിൽ കെ ബാബുവാണ് ശബരിമല വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടച്ചതായി ബാബു പറയുന്നു. തന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ലെന്നാണ് കോടതി പറഞ്ഞതെന്നും ബാബു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതോടെ ഭരണപക്ഷം വിഷയത്തിൽ ഇടപെട്ടു. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളതെന്ന് ഭരണപക്ഷം ചോദ്യമുയർത്തി. കഴിഞ്ഞ തവണ നിയമസഭ ചേർന്നപ്പോഴും ശബരിമല വിഷയം ഉയർത്തി പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. തന്ത്രിയെ അനാവശ്യമായി ജയിലിൽ അടച്ചെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും പറഞ്ഞത്. ഇതേ കാര്യങ്ങളായിരുന്നു ഇന്ന് നിയമസഭയിലും പ്രതിപക്ഷം ഉന്നയിച്ചത്. ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാടിനെ അനുകൂലിച്ചില്ല എന്ന് പറഞ്ഞാണ് തന്ത്രി കണ്ഠര രാജീവരെ അനാവശ്യമായി ജയിലിൽ അടച്ചതെന്ന് കെ ബാബു സഭയിൽ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണവും കെ ബാബു നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. ഇതോടെ പ്രതിപക്ഷം മറുപടിയുമായി രംഗത്തെത്തി. കെ ബാബുവിന് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതായി കരുതിയാൽ മതിയെന്ന് മന്ത്രി പി രാജീവും പറഞ്ഞു. കെ ബാബുവിന്റെ വിമർശനം ഹൈക്കോടതിക്കെതിരാണെന്നും ഹൈക്കോടതിയുടെ അന്വേഷണത്തെയാണ് ആചാര ലംഘനം എന്ന തരത്തിൽ പറഞ്ഞതെന്നും അന്വേഷണം പൂർണ്ണമായും നടത്തുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്വേഷണം ശരിയായ രീതിയിലാണെന്നും എന്നിട്ടും പ്രതിപക്ഷം ഈ രീതി പിന്തുടരുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും മന്ത്രി പറയുന്നുണ്ട്. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്നടക്കം എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വന്ന് പ്രതിഷേധിച്ചു. ഇതിനിടെ ഭരണപക്ഷത്തു നിന്നും പ്ലക്കാർഡ് ഉയർന്നു. സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശിച്ചപ്പോഴുള്ള ചിത്രത്തിനൊപ്പം ശബരിമലയിൽ സ്വർണം കട്ടവരും കൂട്ടുകച്ചവടക്കാരും ഒറ്റ ഫ്രെയിമിൽ എന്നെഴുതിയ പ്ലക്കാർഡായിരുന്നു ഭരണപക്ഷം ഉയർത്തിയത്. ഈ സമയം മന്ത്രി പി രാജീവ് പ്രസംഗം തുടരുന്നുണ്ടായിരുന്നു. ഇതിനിടെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് വരികയും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ പ്രതിപക്ഷത്തിന് മറുപടിയുമായി മന്ത്രി എം.ബി. രാജേഷ് രംഗത്തെത്തി. പ്രതിപക്ഷത്തിന്റെ നിലപാട് തന്ത്രിയെ ഒഴിവാക്കണമെന്നാണെന്ന് മന്ത്രി പറയുന്നു. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമുള്ളതാണെന്ന് മന്ത്രി ചോദിക്കുന്നു. തന്ത്രിക്ക് 2 വക്കീലാണുള്ളത്. ഒന്ന് ബി.ജെ.പി, രണ്ടാമത്തത് കോൺഗ്രസ്. സഭയ്ക്കകത്ത് ബി.ജെ.പിക്ക് വേണ്ടി കോൺഗ്രസ് വക്കാലത്തെടുക്കുകയാണെന്നും മുസ്ലിം ലീഗ് ബി.ജെ.പിക്ക് വേണ്ടി നാരങ്ങാ വെള്ളം കലക്കി വെക്കുകയാണെന്നും ഈ ഇരിക്കുന്ന എത്ര പേർ യു.ഡി.എഫിൽ നാളെ ഉണ്ടാകുമെന്ന് വല്ല ഗ്യാരണ്ടിയും ഉണ്ടോ എന്ന് മന്ത്രി ചോദിക്കുന്നുണ്ട്. എത്ര പേർ ബി.ജെ.പിയിൽ പോകുമെന്ന് ആർക്കറിയാം? സ്വർണം കട്ടവരിൽ തങ്ങളുടെ ആൾക്കാരെ ഒഴിവാക്കണമെന്നാണ് ഇവരുടെ നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശരിയായ അന്വേഷണമല്ല അവരുടെ ആവശ്യം. അത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷം തർക്കമുണ്ടാക്കുന്നത് ബി.ജെ.പിയെ സഹായിക്കാൻ എന്നായിരുന്നു മന്ത്രി കെ രാജൻ പറഞ്ഞത്. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ചോദ്യോത്തരവേള തുടങ്ങി. എന്നാൽ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ പ്രതിഷേധിച്ചു. ഇതോടെ മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇടപെട്ടു. പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചോദിക്കേണ്ട സഭയിൽ അത് ചോദിക്കുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു. സഭയിൽ താഴേക്ക് ഇറങ്ങിയിരിക്കുന്ന ആളുകളെ സഭയുടെ പുറത്തേക്ക് ഇറക്കാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സഭയിലിരിക്കാൻ അവർ യോഗ്യരല്ലെന്നും സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടത്താനല്ല ഇവർ ആഗ്രഹിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിൽ എത്ര പേർ ഉണ്ടാകുമെന്ന് അറിയില്ലെന്നും ബി.ജെ.പിയുമായി സോഫ്റ്റ് പാലം ഉണ്ടാക്കുന്നതാണ് നല്ലതെന്നും നിലപാടുകളില്ലാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക ചെറിയ കാര്യമല്ലെന്നും കെ.എൻ. ബാലഗോപാലും തുറന്നടിച്ചു. കേരളത്തിലെ പ്രതിപക്ഷം തികഞ്ഞ പരാജയമാണെന്ന് കെ ശൈലജയും സഭയിൽ പറഞ്ഞു. ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നും സഭയെ നേരിടാനുള്ള ഭയം കാരണം ഇറങ്ങി താഴെയിരിക്കുകയാണെന്നും കെ ശൈലജ പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് വരികയും പ്രതിഷേധം തുടരുകയും ചെയ്തു. പ്രതിപക്ഷം സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷം അതിന് വഴങ്ങിയില്ല. ഇതോടെ പുറത്ത് സമരം നടത്തിക്കോളൂ എന്ന് സ്പീക്കർ പറഞ്ഞു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും സ്പീക്കർ പറയുന്നുണ്ട്. പ്രതിപക്ഷ ബഹളം കനത്തതോടെ സഭ പിരിഞ്ഞു. അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്നെഴുതിയ ബാനറുമായി പ്രതിപക്ഷം നിയമസഭയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ചു. ശുഭം ശാന്തം.